കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനിയും സത്യമോളും അവിടെ എത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം പൂജാരി അങ്ങോട്ടേക്ക് വരുക. അന്നേരം ശാലിനി പറയണേ, മോളുടെ പേരിൽ ഒരു അർച്ചന നടത്തണം. അന്നേരം പൂജാരി പറയണേ, അതിനെന്താ ഒരു 5 മിനിറ്റ്, അപ്പോഴേക്കും പ്രദക്ഷിണം ചെയ്തിട്ട് വന്നോളൂ. അങ്ങനെ പറഞ്ഞ് പൂജാരി അകത്തേക്ക് പോകുവാണ്. ഈ സമയം ശാലിനി സത്യനെ വിളിക്കണേ, വാ മോളെ നമുക്ക് പ്രദക്ഷിണം ചെയ്യാം. അന്നേരം സത്യം പറയണേ, അമ്മ പോയിക്കോ, ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നോളാം. എന്നാൽ ശരി, അങ്ങനെ പറഞ്ഞ് ശാലിനി അവിടെ നിന്നും പോകുവാണ്. ഇതേ സമയം തന്നെ വിഷ്ണുവും ബാമയും ശ്യാമയും പാപ്പിയും സ്റ്റെപ്പ് കയറി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ശാലിനി പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി ചുറ്റാൻ തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ ആയിരിക്കും വിഷ്ണുവും അതുവഴി വരുന്നത്. അങ്ങനെ രണ്ടുപേരും പരസ്പരം പാസ് ചെയ്യുന്ന ഒരു സമയത്ത് അവർക്ക് രണ്ടുപേർക്കും വല്ലാതെ ഹൃദയം തുടിക്കുവാണ്. രണ്ടുപേർക്കും പരസ്പര സാന്നിധ്യം തിരിച്ചറിയുവാണ് കേട്ടോ. ഈ സമയം ശാലിനി നിൽക്കുന്നതിൻ്റെ നേരെ എതിർവശത്ത് തന്നെ വിഷ്ണു നിൽക്കുന്നുണ്ടാവും. ശാലിനി അങ്ങനെ അത് കാര്യമൊക്കെ വീണ്ടും മുമ്പോട്ട് നടക്കുക. എന്നാൽ ഈ സമയം വിഷ്ണു ആണെങ്കിൽ ചുറ്റുപാടും ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതേ സമയം ബാമ അവിടെ എത്തിയിട്ട് വിഷ്ണുവിനെ വിളിക്കണേ, വിഷ്ണു എന്തു പറ്റി, വന്നില്ലേ, വേഗം വാ. ഞാനിപ്പോൾ വരാം അമ്മേ. അങ്ങനെ പറഞ്ഞ് വിഷ്ണു അവരെ പറഞ്ഞു വിടുവാണ്. എന്നിട്ട് വിഷ്ണു അവിടെ എല്ലാം ഓടി നടന്ന് നോക്കുന്നുണ്ട്. പിന്നീട് വിഷ്ണു ആ പുറത്തു നിന്ന് തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കണേ, ഭഗവാനെ 6 വർഷത്തിനിടയ്ക്ക് ഇതാദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു തോന്നല്. എൻ്റെ ശാലിനി ഇവിടെ എവിടെയോ എൻ്റെ അടുത്തുള്ളതുപോലെ, അവൾ എവിടെയായിരുന്നാലും സന്തോഷത്തോടെ ഇരിക്കണേ. ഇതേ സമയം അകത്ത് നിന്ന് ശാലിനി പ്രാർത്ഥിക്കുന്നതും കാണിക്കുന്നുണ്ട്. എൻ്റെ വിഷ്ണുവേട്ടൻ സന്തോഷത്തോടെ ഇരിക്കണേ. ശാലിനി എന്തുകൊണ്ടാണ് അവൾ ഇത്ര നാൾ എന്നെ കാണാൻ വരാത്തത്, അവളെ നീ ഇന്ന് തന്നെ എൻ്റെ കണ്ണിൽ കാട്ടിത്തരണേ. ഇതേ സമയം ശാലിനി പ്രാർത്ഥിക്കണേ, ഈശ്വര ഒരിക്കലും വിഷ്ണുവേട്ടൻ്റെ മുമ്പിൽ എന്നെ കാട്ടിക്കൊടുക്കല്ലേ. സത്യമ്മയുടെ കാര്യത്തിൽ എനിക്കിപ്പോഴും പേടിയാണ്. സത്യമ്മയുടെ മനസ്സ് ഇതുവരെ മാറിയിട്ടില്ല. ഈ സമയം വിഷ്ണു പറയണേ, അമ്മയുടെ മനസ്സൊക്കെ മാറും, അവളുടെ മനസ്സിലെ പേടി മാറ്റി കൊടുക്കണേ, എന്നെ എത്രയും വേഗം അവളുടെ അരികിൽ എത്തിക്കണേ. അങ്ങനെ രണ്ടാളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ശാലിനി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് അവിടെ മണിയടിക്കുവാണ് കേട്ടോ. അങ്ങനെ മണിയടിക്കുന്ന വെച്ചിട്ട് വിഷ്ണു ആ ഒരു സ്ഥലത്തേക്ക് ഓടിയെത്തുവാണ്. അന്നേരം ശാലിനി അവിടെ നിന്നും പോയിട്ടുണ്ടാവും. ഈ സമയം വിഷ്ണു പറയണേ, ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരവായിട്ട് ഈ മണിയടി ശബ്ദം ഞാൻ കൂട്ടിക്കോട്ടെ. ഈ സമയം പപ്പിമോളും വിഷ്ണുവിനെ അന്വേഷിച്ച് വരിക. വല്യച്ച വാ, വല്യച്ചനെ സത്യാമ്മ അന്വേഷിക്കുന്നുണ്ട്, വേഗം വാ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുവാണ് വിഷ്ണുവിനെ. അങ്ങനെ സത്യാമ്മയും വിഷ്ണു അവരെല്ലാവരും അവർ ക്ഷേത്രനടയിലെത്തുവാണ് കേട്ടോ. അവിടെ തന്നെ സത്യമോളും നിൽക്കുന്നുണ്ടാവും. അങ്ങനെ സത്യ ഇവരെ കാണുമ്പോൾ ഒന്ന് നോക്കുന്നുണ്ട്. ഈ സമയം പപ്പിയും സത്യ ഇങ്ങനെ നോക്കുവാണ്. ബാമ പൂജാരിയോട് പറയണേ, തിരുമേനി, മോള് ഇന്ന് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുക, അവളുടെ പേരിൽ അർച്ചന നടത്തണം. അതിനെന്താ തന്നോളൂ എന്ന് പറഞ്ഞ് തിരുമേനി ഇത് വാങ്ങിക്കാൻ തുടങ്ങുമ്പോഴേക്കും സത്യ പറയണേ, പറ്റില്ല, ആദ്യം വന്നത് ഞാനാ, എൻ്റെ അർച്ചന കഴിഞ്ഞിട്ട് മതി നിങ്ങളുടെ അർച്ചന. അന്നേരം തിരുമേനി പറയണേ, മോള് ഇതാരാണെന്നറിയോ? അന്നേരം സത്യ പറയണേ, ആരായാലും എന്താ, നീതിയുടെ കാര്യത്തിൽ വലിപ്പ് ചെറുപ്പമൊന്നുമില്ല, ആദ്യം വന്നത് ഞാനാ, അപ്പോൾ എൻ്റെ അർച്ചന കഴിഞ്ഞിട്ട് മതി, എൻ്റെ അമ്മയും വലിയ ഓഫീസറാണ്. അന്നേരം ബാമ ചോദിക്കണേ, ആണോ, എന്നിട്ട് മോളുടെ അമ്മയുടെ? അന്നേരം സത്യ പറയണേ, അത് അമ്മ പ്രദക്ഷിണം വെക്കാൻ പോയിരിക്കുക. അപ്പോൾ ബാമ പറയുക, മോളെ ഞങ്ങൾക്ക് കുറച്ച് അർജൻറ്റുണ്ട്, ഞങ്ങൾ ഇപ്പം തന്നെ പൂജ നടത്തി വേഗം പൊക്കോളാം. അന്നേരം സത്യ പറയണേ, അപ്പോൾ എന്താ ഞങ്ങൾക്ക് അർജൻറ്റില്ലേ, ഞാൻ പോയി എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് വരാം. എന്നാൽ ശരി, മോൾ പോയി അമ്മേനെ വിളിച്ചിട്ട് വാ എന്ന് വിഷ്ണുവും പറയുവാണ്. അങ്ങനെ സത്യ ശാലിനെ വിളിക്കാനായിട്ട് ഓടിപ്പോകുവാണ് കേട്ടോ. ഈ സമയം പൂജാരി പറയണേ, ആ കുട്ടി പോയില്ലേ, ഇനി സത്യാമ്മ ചീട്ടങ്ങി തന്നോളൂ, ഞാൻ വേഗം പൂജ നടത്താം. അന്നേരം ബാബ പറയണേ, അത് വേണ്ട, കുട്ടിയാണെങ്കിലും അവൾ പറഞ്ഞത് ഈ കാര്യമുണ്ട്, നീതിയുടെ കാര്യത്തിൽ വലിപ്പ് ചെറുപ്പമൊന്നുമില്ല, അവർ തന്നെ ആദ്യം പൂജ നടത്തിക്കോട്ടെ. ഈ സമയം പപ്പി പറയണേ, ആ കുട്ടി കുറച്ച് ഓവറല്ലേ. അന്നേരം ബാബ പറയണേ, അങ്ങനെയൊന്നുമില്ല, കുട്ടികളായ ഇതുപോലെ ചൊടിയും ചുണയും ഒക്കെ വേണം, നല്ല മിടുക്കി കുട്ടിയാണ്. ഈ സമയം അവിടെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ശാലിനിയുടെ അരികിലേക്ക് ഓടിയെത്തുവാണ് സത്യ. അമ്മേ വേഗം വന്നേ, അവിടെ നമുക്ക് മുമ്പ് ചിലർ അർച്ചന കഴിക്കാൻ നിൽക്കുന്നുണ്ട്, ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങൾ ആദ്യം വന്നത്, അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഫസ്റ്റ് അർച്ചന കഴിക്കുമെന്ന്. ഈ സമയം ശാലിനി പറയണേ, സാരമില്ല മോളെ, അവർ വേണമെങ്കിൽ അർച്ചന കഴിച്ചോട്ടെ. അന്നേരം സത്യ പറയണേ, അതൊന്നും പറ്റില്ല, അമ്മ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്, നിയമത്തിൻ്റെതായ രീതിയിൽ തന്നെ നടക്കണമെന്ന്, ഞാൻ അവരോട് സ്ട്രോങ് ആയി തന്നെ പറഞ്ഞിട്ടുണ്ട്, അമ്മ വാ അമ്മേ. അങ്ങനെ പറഞ്ഞ് ശാലിനെ പിടിച്ചു വലിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. നേരെ ശാലിനി വെക്കണേ, ആരാ മോളെ, ആരാ അത്? അങ്ങനെ സത്യ അവരെ കാണിച്ചെടുക്കുക, ദേ അവരാ. അങ്ങനെ ഭാമേനെയും വിഷ്ണുവിനെയും ശ്യാമയൊക്കെ കാണുമ്പോൾ ശാലിനി അങ്ങ് ഷോക്കായി പോകുവാണ്. ഈ സമയം ഭാമ അന്ന് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സത്യത്തിൻ്റെ കാര്യമൊക്കെ ശാലിനി ഓർക്കുന്നുണ്ട്. ഈ സമയം സത്യ വീണ്ടും വിളിക്കണേ, വാ അമ്മ വേഗം വാ. അന്നേരം ശാലിനി പറയണേ, മോളെ ദൈവത്തിൻ്റെ മുമ്പിൽ ആരാദ്യം പൂജ നടത്തുന്നു, ആര് രണ്ടാമത് ചെയ്യുന്നു, അങ്ങനെയൊന്നുമില്ല, ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നതിലാ കാര്യം. പിന്നെ പ്രായത്തിന് മുതിർന്നവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ, അവരോട് ഇങ്ങനെ മോശമായി പെരുമാറിയാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല. അയ്യോ അങ്ങനെയാണോ അമ്മേ? പിന്നല്ലാതെ. എന്നാൽ ശരി, ഞാൻ ആൻറ്റിയോട് പോയി മാപ്പ് പറയാം. അമ്മ വാ. അല്ല മോളെ, അത് എന്താ പ്രദക്ഷിണം പൂർത്തിയാക്കിയില്ലേ? ഇല്ല മോളെ, പൂർത്തിയാക്കിയിട്ടില്ല. എന്നാൽ ശരി, അമ്മ പോയിക്കോ, ഞാൻ അവരോട് പോയി മാപ്പ് പറഞ്ഞോളാം. അങ്ങനെ പറഞ്ഞ് സത്യ അവിടെ നിന്നും ഓടിപ്പോകുവാണ്.
അങ്ങനെ ഭാമയുടെ അരികിലേക്ക് ഓടി വരുക. എന്നിട്ട് പറയണേ, അതെ, നിങ്ങൾ തന്നെ ആദ്യം പൂജ നടത്തിക്കോ, എന്നോട് ക്ഷമിക്കണം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന്. അന്നേരം ഭാമ പറയണേ, അയ്യോ മോൾ എന്തിനാ അതിന് ക്ഷമയൊക്കെ ചോദിക്കുന്നത്? മോളുടെ അമ്മ വന്നില്ലേ? ഇല്ല. അത് പിന്നെ ആദ്യം അർച്ചന കഴിക്കുന്നതോ രണ്ടാമത് കഴിക്കുന്നതൊന്നും അല്ലല്ലോ, ആരുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നതല്ലേ കാര്യം. അതുകൊണ്ട് നിങ്ങൾ തന്നെ ആദ്യം അർച്ചന കഴിച്ചോ, ഞങ്ങൾ പിന്നീട് കഴിച്ചോളാം. ഈ സമയം പൂജാരി പറയണേ, മോള് പറഞ്ഞത് കേട്ടില്ലേ, ആ ചീട്ടിങ് സത്യാമ്മേ. അങ്ങനെ ചീട്ട് കൊടുക്കുവാണ് കേട്ടോ ഭാമ. ഈ സമയം സത്യ പപ്പിയെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്നാൽ പപ്പി വലിയ മൈൻഡില്ലാതെ അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ പപ്പി ഓടിപ്പോയി അമ്പലത്തിൽ ആ മണിയടിക്കാൻ ശ്രമിക്കുവാണ് കേട്ടോ. കുറേ നേരം ചാടി ചാടി ശ്രമിക്കുന്നുണ്ട്. ഈ സമയം പപ്പിയെ കാണാത്ത കാരണം ശ്യാമ ടെൻഷനാകുവാണ്. ശ്യാമയും പപ്പി അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതേ സമയം പപ്പിയാകട്ടെ മണിയടിക്കാനായിട്ട് വീണ്ടും ചാടുമ്പോൾ പെട്ടെന്ന് അവിടെ വീണ് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുവാണ് കേട്ടോ. ഈ സമയം അതൊഴി പോകുന്ന ശാലിനി പപ്പിയുടെ കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തുക. അയ്യോ മോളെ എന്തു പറ്റി, സൂക്ഷിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് പപ്പിയെ മടിയിലിരുത്തി കാലൊക്കെ തടവി കൊടുക്കുകയാണ്. ഈ സമയത്തായിരിക്കും ശ്യാമ പപ്പീനെ അന്വേഷിച്ച് അവിടെ എത്തുന്നത്. അങ്ങനെ ശ്യാമ അവിടെ എത്തുമ്പോൾ കാണുന്നത് ശാലിനിയെ ആയിരിക്കും. ശാലിനിയെ കാണുന്നതും കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് ഓടി വിളിച്ച് ശാലിനിയുടെ അരികിലെത്തുവാണ്. ഈ സമയം ശാലിനിയും ശ്യാമയെ കാണുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെ ശ്യാമ ഇങ്ങനെ നോക്കുവാണ്. പപ്പി ഇതൊന്നും കാണുന്നില്ലായിരുന്നു കേട്ടോ. അന്നേരം ശ്യാമ ശാലിനിയോട് പറയുവാണ്, കുഞ്ഞേച്ചി ഇത് കുഞ്ഞേച്ചിയുടെ മോളാ. അങ്ങനെ പറഞ്ഞ് അവിടെ നിന്നും മറഞ്ഞു നിൽക്കുവാണ്. അങ്ങനെ തൻ്റെ മോളാണ് ഈ മടിയിലിരിക്കുന്നതെന്ന് അറിയുമ്പോൾ ശാലിനിക്ക് ആകെ ഒരു അമ്പരപ്പ് തോന്നുവാണ്. അങ്ങനെ കണ്ണുകൾ നിറഞ്ഞ് പപ്പി മോളെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് ശാലിനി കരയുവാണ്. സന്തോഷം കൊണ്ട് ശാലിനിയുടെ കണ്ണൊക്കെ നിറയുവാണ് കേട്ടോ. എന്നിട്ട് പപ്പിമോൾക്ക് കവിളിലും നെറ്റിയിലും ഒക്കെ കുറേ ഉമ്മ കൊടുക്കുവാണ് കേട്ടോ. മോളാണെങ്കിൽ ആകെ അമ്പരന്ന് നിൽക്കുവാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സീൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനും പ്രൊമോ റിവ്യൂക്കൊക്കെ ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്